ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ആൻമേരി മീഡിയയുടെ മാർ വാലാഹ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. എളുപ്പ വഴി വചനം പഠിക്കാം കൊട്ടേഷനോടുകൂടി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഏതാനും വചനങ്ങളാണ്. അത് എളുപ്പം ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പഠിച്ച ഈ സാഹചര്യങ്ങളെ ഒന്ന് പറയാം. അപ്പോൾ എങ്കിലും നിങ്ങളിത് ഓർത്തിരിക്കും. പണ്ടൊരു കാലത്ത് ഒരു ജ്ഞാനത്തിൻ്റെ സബ്വിഷയമാക്കിയിട്ടുള്ള ഒരു ധ്യാനം കൂടി, ജ്ഞാനമായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ധ്യാനഗുരു പറഞ്ഞ അനുസരിച്ച് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വെളുപ്പിനെ എഴുന്നേറ്റ് 4 മണിക്കെല്ലാം എഴുന്നേറ്റ് നിറയെ ജ്ഞാനത്തിൻ്റെ വചനങ്ങൾ കാണാപ്പാഠം പഠിച്ചു. അതിങ്ങനെയായിരുന്നു വചനങ്ങൾ. പക്ഷേ അവസാനം പഠിച്ച വചനമായിരുന്നു ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. അതൊന്ന് ശരിയാക്കിയിട്ട് വേണമായിരുന്നു ഈ പ്രാർത്ഥിക്കുവാനും വെളുപ്പാങ്കാലത്തിരുന്ന് ഉറക്കമിളഞ്ഞ് പ്രാർത്ഥിക്കുവാനുമൊക്കെ ഒരുങ്ങേണ്ടത്. അതാദ്യമേ നമുക്ക് പഠിക്കാം. 1-ാം അധ്യായം 4-ാം വാക്യം ആണ്. ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല. ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിനടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. അപ്പോൾ ഈ കപടഹൃദയവും പാപത്തിനടിമയായ ശരീരവുമാണെങ്കിൽ അവിടെ ജ്ഞാനത്തിന് പ്രവേശിക്കുവാനും വസിക്കുവാനും സാധിക്കുകയില്ല. ഈ 2 കാര്യങ്ങൾ ശരിയാക്കിയിട്ട് വേണം ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുവാനും വെളുപ്പാങ്കാലത്തിരുന്ന് ഉറക്കമഴിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും. മറ്റു വചനങ്ങൾ 2 വചനങ്ങളൂടെ പഠിക്കാം. എൻ്റെ വചനങ്ങളിൽ അഭിലാഷ വർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അപ്പോൾ വചനത്തോടുള്ള തീവ്രമായ അഭിനിവേശം ഉണ്ടാവണം, അപ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കും. 6-ാം അധ്യായം 11-ാം വാക്യമാണ്. എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഈ 11-ൻ്റെ മോൾ 10-ാം വാക്യം കൂടെ നമുക്ക് പഠിക്കാം. വളരെ നല്ലതാണ്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. അപ്പോൾ 6:10 പഠിച്ചു, 6:11 പഠിച്ചു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 1:4. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.